ഈ മുതുകാടങ്ങാടിയിൽ CPM മാത്രം മതിയോ? നിങ്ങൾ മാത്രം മതിയെന്ന് നിങ്ങൾ തീരുമാനിച്ചതിന്റെ റിസൾട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ജനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനിയും ഈ നിലയ്ക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഞങ്ങളെക്കാൾ നല്ല ബോധ്യം ഇവിടുത്തെ പൊതുജനത്തിനുണ്ട്. അവരത് വളരെ ഭംഗിയായി ഓരോ നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട്. പേടിപ്പിച്ച് ഞങ്ങളെ വീട്ടിലിരുത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. കൊല്ലം കുറയായി മുതുകാടങ്ങാടിയിൽ പൊതുപ്രവർത്തനം നടത്തുന്നു. നിങ്ങളുടെ ഭീഷണിക്കും അടിക്കും ഇടിക്കും ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ കാലം വരെ മുന്നോട്ട് പോയത്. ഇനിയും ഒരടി പോലും പുറകോട്ട് വെക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുതുകാട്ടിൽ മുന്നോട്ട് പോകുക തന്നെയും. നേരിടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ നേരിടാം. കുറെ കാലമായല്ലോ നിങ്ങൾ നേരിടുന്നു. ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ അടിച്ച് നിങ്ങൾ എന്ത് നേടി? എത്ര കാലമായി നിങ്ങൾ ഈ ഏർപ്പാട് നടത്തുന്നു? എന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ട പൊതുസമൂഹത്തിനോട് ഞങ്ങൾ പറയുന്നു, അധികാരമെല്ലാം നഷ്ടപ്പെട്ട CPM സംസ്ഥാനത്തെ അധികാരവും ഏകദേശം മാസങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെടുമെന്നുള്ള വ്യാകുലത കൊണ്ട് അവരുടെ പഴയ കൊട്ടാരങ്ങളൊക്കെ തകർന്നു പോകുന്നുള്ള പ്രയാസത്തിൽ അടിച്ചു നേടാനുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വരികയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പൊതുസമൂഹം ഒരിക്കൽ കൊടുത്ത മറുപടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും കിട്ടും. അപ്പോഴേ നിങ്ങൾക്ക് മതിയാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ അടികൊണ്ടൊന്നും വീഴുന്നവരും തളരുന്നവരും അല്ല മുതുകാട്ടിലെ കോൺഗ്രസ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഞങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി പൊതുപ്രവർത്തന രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഇവിടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ആരിഫിന് കിട്ടിയിട്ടുള്ള അടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുതുകാട്ടിൽ കിട്ടിയിട്ടുള്ള അടിയ. ആ അടിക്ക് അതിന്റെ 4 ഇരട്ടി പ്രകടനത്തിൽ തിരിച്ചു കൊടുത്തിരിക്കും. അത് അടിയുടെ രൂപത്തിലല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ CPM-ന് കൊള്ളാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന് എല്ലാവിധ അഭിവാദ്യവും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.